അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആഹ് മുടിയൊക്കെ വെട്ടിയൊന്ന് സെറ്റാവാന്ന് വിചാരിച്ചു, ചെറിയൊരു മേക്ക് ഓവറൊക്കെ ചെയ്ത്. അല്ലേ അമ്മ? ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഓഫീസിൽ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയിരുന്ന മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റെഡിയായി കുട്ടപ്പിയാക്കിയാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് കുറേ ഏതാണ്ടൊക്കെ ഫാഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് വെട്ടാൻ സമ്മതിക്കൂ, ഇത് വെട്ടാൻ സമ്മതിക്കൂ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മുടിയുണ്ട്, ഞാനതുകൊണ്ട് അത് വെട്ടാനത് സമ്മതിക്കുന്നേ ഇല്ല. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാം, അമ്മ പ്ലീസ് ഒന്ന് വെട്ടാൻ പറയുന്നേ, ഒന്ന് സമ്മതിക്കൂ. നല്ല മുടിയല്ലേ എൻ്റെ, വെട്ടാൻ സമ്മതിക്കത്തില്ലേ? ഇല്ല, സമ്മതിക്കത്തില്ല. സമ്മതിക്കുന്നു. ഇല്ല, സമ്മതിക്കത്തില്ല. സോ നല്ല സാഡ്. മുടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം. മുടിയല്ലേ ചേച്ചി വളർന്നോളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇഷ്ടംപോലെ മുടി വെട്ടിയിട്ട് അങ്ങ് പോയി. പാനീയത്തി അതേപോലെ പറഞ്ഞിരിക്കുക. മുടിയല്ലേ എനിക്കാണ് മുടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ് ഇത്രയും മുടിയുള്ളത് വെട്ടിക്കളയാൻ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, വെട്ടട്ടെ വെട്ടട്ടെ എന്ന്. മുടിയല്ലേ വളർന്നോളൂ. കണ്ടോ ഗൈസ്, ഇത്ര മുടിയുണ്ട് ഇവൾക്ക്. ഇവൾക്ക് ഇതാണ് വെട്ടിക്കളയണമെന്ന് പറയുന്നത്. നല്ലതാ. ഇപ്പഴല്ലേ ഡാമേജ്ഡ് ആയത്, ഇവിടെ വന്നപ്പം. വേണ്ട, ഇച്ചിരി വെട്ടാം, പക്ഷെ ഒത്തിരി വെട്ടണ്ട. ബച്ചുനെ കൊണ്ടുവന്ന് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാനായിട്ട് അങ്ങ് ഇരുത്തി. മുടി വെട്ടാൻ വന്ന ആള് ബിസിയാ. അപ്പം ഞാൻ വിളിച്ചെന്നാൽ ഓക്കെ വെട്ടി സുന്ദരിയെ കയ്യും സുന്ദരി കാലും ഒക്കെ ആവട്ടെ എന്ന്. അങ്ങനെ കളറുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവളിങ്ങനെ കാണിക്കുകയാണ് ഏത് കളർ വേണമെന്ന്. അപ്പോൾ അവളിങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ അവളിങ്ങനെ ചൂസ് ചെയ്യുക. വെച്ച് ഇങ്ങനെ മാനിക്യൂറൊക്കെ കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുക. വെച്ചു ഞങ്ങൾ രണ്ടുപേരും ചെയ്യാനായിട്ടങ്ങ് ഇരുന്നത്. അവിടെ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു മോഹം, എന്നാൽ പിന്നെ ഞാനും ചെയ്തു പെഡിക്യൂർ ചെയ്യാൻ. അവളുടെ പെഡിക്യൂർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടി വെട്ടിയാ? ഇല്ല ഗൈസ്, ഉള്ളി നാഹം പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ മാത്രമേ ചെയ്തുള്ളൂ. മുടി വെട്ടാൻ വന്നപ്പോഴത്തേന് നല്ല തിരക്കായിപ്പോയി ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെഡിക്യൂറും മാനിക്യൂറിനകത്തോട്ടൊക്കെ മാറി. അവൾ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്നൊരു മോഹം. അപ്പം ഞാൻ ഒന്നും കൂടെ ചെയ്യുകയാണ്. എൻ്റെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ക്ലോസ് ചെയ്ത് പിന്നെ പ്രാകുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് സമയം കിട്ടുമ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാനാന്ന് പറ. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കുന്നുമുണ്ട്. വെച്ചു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവള് വീട്ടിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വരും ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് കഴിച്ചതാണ്. എന്തായിരുന്നു ഉച്ചയ്ക്ക്? ഇന്ന് ചോറ്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പിന്നെ എന്തായിരുന്നു, പപ്പടം, സലാഡ്, ചട്നി, അച്ചാർ. ഞങ്ങളതൊക്കെ കഴിച്ചതാണ്. ഇപ്പോൾ വിശക്കുന്നപ്പോൾ 9:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ലുലുവിലൊന്ന് കയറാനുണ്ട്. എൻ്റെ സിമ്മ് കട്ടായി, അപ്പോൾ അത് ഒന്ന് ശരിയാക്കണം. എന്നിട്ട് ഞങ്ങൾ നേരെ ലുലുവിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഞങ്ങളത് മേടിച്ച് കഴിക്കുന്നതായിരിക്കും. കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഞാൻ ഉറങ്ങും, അവളിച്ചിട്ട് ഒരു TV ഒക്കെ കാണും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡ് ചെയ്യും. അപ്പോൾ ലുലു കാണാം. നല്ല തണുത്ത കാറ്റുണ്ട്, പക്ഷേ പകലൊക്കെ ഭയങ്കര ചൂടാണ്. പക്ഷെ ഇപ്പം നല്ല തണുത്ത കാറ്റല്ലേ? ഇപ്പം തണുപ്പുണ്ട്, ചെറിയൊരു കാറ്റ്. കമ്പിളി പുതപ്പ് വേണോ? എന്നാലും ഔട്ട്ഫിറ്റ്. ഞങ്ങളുടെ പിസ്സ റെഡി ആവാനായിട്ട് 15 മിനിറ്റ് എടുക്കും. അപ്പം അത്രയും നേരം അവിടെ തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ലുലുവിനകത്ത് കയറി ഇച്ചിരി വായി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് കയറിയപ്പം കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് വാങ്ങിക്കാൻ. പക്ഷെ ഈ ബാഗ് കൊള്ളാം.
എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൻറ്റ് ഫ്ലേവർ അങ്ങനെ ലാസ്റ്റ് സെലക്ട് ചെയ്തു ഞാൻ ഇത് മേടിച്ചു. പോയാലോ നമുക്ക് വീട്ടിൽ നിന്ന് ഐസ്ക്രീം തിന്നാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിച്ചുവിൻ്റെ ബാസ്കിൻ റോബിൻസിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ പോലും തിന്നാൻ ഇഷ്ടപ്പെടാത്ത ഫ്ലേവറാണ് ഇഷ്ടം, മിൻറ്റ്. ടേസ്റ്റിൻ്റെ അതേ ടേസ്റ്റാണ്. ഈ പെണ്ണ് എങ്ങനെ തിന്നുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നീ പേസ്റ്റ് എന്താ രാവിലെ കുറച്ചങ്ങ് തിന്നെ, പല്ല് തേക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അല്ലേ. എത്ര മതിയായാലും അവൾക്ക് പോകുമ്പോൾ മതിയാവത്തില്ല, അത്ര അത് മാത്രമേ അവള് വാങ്ങിക്കത്തുള്ളൂ. എനിക്ക് അവന്തിക്ക് ഇഷ്ടമേ അല്ല, ഞങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല. അയ്യ ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിലോടെത്തി ഇനി ഫുഡ് കഴിക്കണം. അയ്യോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.